ഹലോ, ഹായ്. നമുക്കൊരു പഴങ്കഞ്ഞി കുടിച്ചാലോ? ഞങ്ങൾ കഴിഞ്ഞ വീക്കെൻഡ് പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവൻ പഴങ്കഞ്ഞി കഴിക്കാമെന്ന് പറഞ്ഞ് ഓൾറെഡി വിളിച്ചതാണ്. എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവൻ കാണിച്ചു തരാണ് എന്തൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിൽ ആർക്കും അറിയാത്തതൊന്നുമല്ല, എന്നാലും അവൻ്റെ വക അവൻ കുട്ടികൾക്ക് എടുത്തു കൊടുത്തതാണ് ഫുഡ്. മക്കൾക്കൊരു സന്തോഷമല്ലേ. അപ്പം ഒരു പാത്രത്തിൽ ഇങ്ങനെ കഞ്ഞിയെടുത്ത് മീൻ കറി ഒഴിച്ച്, മീനിൻ്റെ കഷ്ണം വേറെ പാത്രത്തിലിട്ടാൽ മതി, മുള്ളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കുട്ടികളോട്. അങ്ങനെ വെണ്ടക്കായ തോരനാണ് അതിടുന്നത്. തോരനല്ല, മെഴുക്ക് പുരട്ടി. പിന്നെ കുറച്ച് പച്ച സവാള അതിങ്ങനെ മൂളിക്കൂടെ ഇട്ട്, പിന്നെ മീനിൻ്റെ കഷ്ണം മാറ്റി വയ്ക്കുക കേട്ടോ. അതിലിങ്ങനെ മുള്ളുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെട്ടു പോകണ്ടാവെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. നല്ല രസമായിരുന്നു. ആദ്യം കഴിക്കാനായിട്ടൊരു മീൻസ് കഞ്ഞി കുടിക്കാത്തതുകൊണ്ടല്ല, ജാടയിട്ട് പറയുന്നതല്ല, പക്ഷേ നമുക്ക് ആ തണുത്ത, ഇവിടെ ഓൾറെഡി വിൻ്ററാണല്ലോ, അപ്പോൾ തണുത്ത കഞ്ഞിയിലേക്ക് കൈ വയ്ക്കാനൊക്കെ ആയിട്ടൊരു ഇത് ഫീൽ ചെയ്യുമല്ലോ. പക്ഷെ കുടിച്ചു തുടങ്ങിയപ്പോൾ രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ എരിവിൽ ആ തണുപ്പൊന്നും അറിഞ്ഞില്ല. തണുപ്പ് നല്ലൊരു സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും. ഞങ്ങൾക്ക് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കാണിച്ചു തരും ഇതുപോലെ. എന്നുവെച്ചാൽ മക്കളങ്ങനെ കഴിക്കില്ലല്ലോ, അവർ കഞ്ഞി സ്പൂൺ കൊണ്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കയ്യിൽ പണ്ട് നമ്മൾ ചെയ്യണ പോലെ കയ്യിലൊക്കെ ആവണമെന്നാണ് വിവേക് പറയണേ. ഇതുപോലെ കയ്യിലൊക്കെ നല്ല പോലെ പുരട്ടി ഇങ്ങനെ അടിച്ച് വിടണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നല്ല സൂപ്പറാണെന്നാണ് പറയണത്. അപ്പോൾ ഞാനും ട്രൈ ചെയ്യാനെടുത്തു. കഞ്ഞിയൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി കൂട്ടിയിളക്കി അങ്ങനെ കഞ്ഞി നമ്മൾ മിക്കതും സ്പൂൺ കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് എല്ലാം ഇട്ട്, പക്ഷേ രസമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഒരു നേരത്തെ ഫുഡ് അങ്ങനെ കഴിച്ചപ്പം എന്ത് കഴിക്കണു എന്നുള്ളതല്ലല്ലോ, നമ്മളത് ആരുടെ കൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു അവർക്കും നമ്മളെ എന്താ പറയുക, ഒരു ഫീലില്ലേ, നമുക്ക് ആ ഒരു വൈബ് കിട്ടില്ലേ, നമ്മുടെ കൂടെ ആര് കൂടുന്നു. പിന്നെ കഴിക്കുന്നത് കഞ്ഞിയാണെങ്കിലും അതിന് നമുക്കൊരു ബിരിയാണിയുടെ ഫലം കാണുമെന്ന് പറഞ്ഞ പോലെ ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ച് തൈരും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ഇവൻ വിവേക് എല്ലാവരോടും പറഞ്ഞു തൈരും കൂടി ഇട്ടോ. എന്നിട്ട് ഞാൻ കൂട്ടി പിടിച്ചടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യണം. പിള്ളേർക്കും ഇത് കുട്ടികൾക്കും മക്കൾക്കും ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ പിടിപാടുണ്ടാവില്ലല്ലോ. ഇനി അവരുടെ ജനറേഷനിലും നമ്മളിതൊക്കെ കാണിച്ചു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഞാനും ഒരു വായിൽ വെച്ചു. അടിപൊളി. ആ ചില്ലിയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ആ കയ്യിലൊക്കെ ശരിക്കും പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു. താങ്ക് യു ലച്ചു ആൻഡ് വിവേക്. അടിപൊളിയായിരുന്നു കേട്ടോ.